ഈ വണ്ടി എന്റെ ജ്യേഷ്ഠന്റെ മോളെ പേരിലാണ് ഇരിക്കുന്നത്. കാരണം ആ കൊച്ചിന്റെ പേരിൽ ഇരിക്കുന്നതാ ഈ വണ്ടി. നിങ്ങൾക്കറിയാലോ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിന്റെ അവസ്ഥകൾ, ഓരോ പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ ആ കൊച്ചു പോയി സ്റ്റേഷനിൽ നിൽക്കണം, അല്ലെങ്കിൽ ആർഡി ഓഫീസിൽ നിൽക്കണം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഇത് ഒന്ന് നിങ്ങൾ സഹായിച്ച് ഈ വണ്ടി ഒന്ന് കണ്ടുപിടിച്ച് തരണം. അതിന് നിങ്ങളെ സഹായം വേണം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തണം. ഇതിന്റെ ആരാണോ അധികാരികൾ അവരുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടിയാ ഈ മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇത് എന്താ ഈ അവസ്ഥ ഇനി വേറെ ആർക്കും വരരുത്. മോഷണം പോയ തന്റെ ഇരുചക്ര വാഹനത്തിന്റെ വിവരങ്ങൾ തിരക്കി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി മനം മടുത്ത് ഉടമ ഒടുവിൽ പ്രസ് ക്ലബ്ബിൽ അഭയം പ്രാപിച്ചു. 1.5 മാസത്തോളം മുന്നേ മോഷണം പോയ തന്റെ ബൈക്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി മടുത്ത പ്രവാസി വ്യവസായിയും വർക്കല സ്വദേശിയുമായ ആസാദ് കൊട്ടാരത്തിലാണ് ഗത്യന്തരമില്ലാതെ ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തന്റെ ദുരവസ്ഥ തുറന്നു പറഞ്ഞത്. കല്ലമ്പലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആസാദ് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് തന്റെ ഗതികേടിന്റെ തുറന്നു പറച്ചിലുകൾ നടത്തിയത്. കാണാം വിശദമായ വാർത്ത. എന്റെ പേര് AM ആസാദ് കൊട്ടാരത്തിൽ, ഗ്രീനേഡ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ MD ആണ്. എന്റെ വണ്ടി, അതായത് കഴിഞ്ഞ മാസം 5-ാം തീയതി വർക്കല ഇസാബ് ബാങ്കിന് സമീപം, വർക്കല പാർക്ക്, അതേപോലെ തന്നെ ISI, ഈ ഏരിയയിലാണ് ഞാൻ 3 മാസം കൊണ്ട് എന്റെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ആക്റ്റീവ 2 വീലറാണ്. എന്റെ ജ്യേഷ്ഠന്റെ മോളെ പേരിലുള്ള വണ്ടിയാണ്. അത് 5-ാം തീയതി പാർക്ക് ചെയ്തിട്ട് ഞാൻ പോയി. 6-ാം തീയതി തിരിച്ചു വന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് വണ്ടി കണ്ടില്ല. 6-ാം തീയതി രാവിലെ തന്നെ വർക്കല CIക്ക് ഞാൻ പരാതി കൊടുത്തായിരുന്നു. പരാതി കൊടുത്തു കഴിഞ്ഞ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പിറ്റേന്ന് തന്നെ USB വേണം, അതിന്റെ ക്യാമറ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ 350 രൂപ കൊടുത്ത് ഒരു USB മേടിച്ച് റൈറ്റ് സാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അപ്പൊ USB കൊണ്ട് കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള സ്റ്റേഷനിലുള്ള SI സാർ ചോദിക്കുന്നു, എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറയും, സാറേ USB കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, ക്യാമറ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ സാർ എന്നോട് പറഞ്ഞത്, ക്യാമറ ചെക്ക് ചെയ്യുന്ന ജോലി ഞങ്ങളുടേതാണ്, നിങ്ങളുടേതല്ല, USB കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. 8-ാം തീയതിയാണ് എനിക്ക് റെസിപ്റ്റ് തരുന്നത്. അവിടെ നിന്ന് സിയുടെ ഓഫീസിൽ നിന്ന്, വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്ന് 8-ാം തീയതിയാണ് റെസിപ്റ്റ് തരുന്നത്. ഈ 8-ാം തീയതി റെസിപ്റ്റ് തന്നിട്ട് ഞാൻ 16-ാം തീയതി വരെയുള്ള ഞാൻ കാത്തിരുന്നു. ഒരു USB മേടിച്ചിട്ട് എന്നെ വിളിക്കുകയോ ക്യാമറ കിട്ടിയെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ പോയി അന്വേഷിക്കുമ്പോൾ പറയും, ക്യാമറ എടുത്തിട്ട് വിളിക്കാം എന്നാ പറയുന്നത്. എന്നിട്ട് ഒന്നും ആവാത്തതുകൊണ്ട് ഞാൻ പിന്നെ DSPക്ക് പരാതി കൊടുത്തു. ഈ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് DSPക്ക് പരാതി കൊടുത്തു. DSPക്ക് പരാതി കൊടുത്തപ്പോൾ സാർ അപ്പോഴും തന്നെ, ആ നിമിഷം തന്നെ സാറ് റൈറ്ററെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞ് നടപടി എടുക്കണമെന്ന് പറഞ്ഞ് CIക്ക് ഫോർവേഡ് ചെയ്തു. അപ്പോഴേക്കും CI സാർ അവിടെ ഇല്ലായിരുന്നു. പിറ്റേന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേന്ന് ചെന്നപ്പോഴേക്കും CI സാറിനെ വീണ്ടും കണ്ടു. CI സാർ പറഞ്ഞു, ക്യാമറ എടുത്തിട്ടില്ല, എടുത്തതിന് ശേഷം CCTV ചെക്ക് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഏകദേശം 1.5 മാസത്തോളം ഇപ്പൊ ആവുന്നു. കഴിഞ്ഞ മാസം 5-ാം തീയതി നടന്ന സംഭവം ഞാൻ 6-ാം തീയതി പരാതി കൊടുത്തു. ഇന്ന് 11 തോന്നുന്നു, ഡേറ്റല്ലേ, 11/10. 11, ഏകദേശം 1.5 മാസത്തിനടുത്താവുന്നു. ഇതിന്റെ ഇടയിൽ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് സാറിന്റെ അടുത്തപ്പോ. അവിടെ വർക്കല പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, അവര് CCTV ചെക്ക് ചെയ്തിട്ട് അതിൽ വണ്ടി പോയതായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വിശ്വാസമുള്ള മീഡിയനെയാണ് ഇത്. ഞാനൊരു വ്യക്തികളല്ല. ഇതേ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ അറിയുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ഈ മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഓക്കെ, എന്നെ മാതിരി ഇത് കഴിയാത്ത എത്ര പേരുണ്ടാവും, എവിടെ പോകണമെന്ന് അറിയാൻ പറ്റാതെ. അതുകൊണ്ട് എന്റെ വിശ്വാസം നിങ്ങളിലാണ്. എനിക്കിത് കണ്ടുപിടിച്ച് തരണം. നിങ്ങൾ അതിന് ശ്രമിക്കണം. ഇത് കണ്ടുപിടിച്ച് തരുന്ന മീഡിയ ത്രൂ ആണെങ്കിൽ ആ മീഡിയക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുകയാണ്, 25,000 രൂപ എന്റെ വണ്ടി കണ്ടുപിടിച്ച് തരുന്ന ആരാണോ അവർക്ക് എന്റെ സ്ഥാപനമായ ഗ്രീനേഡ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ പേരിലുള്ള ചെക്ക് ഞാൻ കൈമാറും. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമായ വർക്കല.
നമ്മുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, നമ്മുടെ വർക്കല മക്കാം, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വർക്കലയിൽ ടൂറിസ്റ്റത്തിന്റെ എല്ലാ ആക്സസും ഉള്ള സ്ഥലം. നമ്മൾക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി വേണ്ടത്, അല്ലെ? ആ സ്ഥലത്ത് നിന്ന് എന്റെ കൺമുമ്പിൽ നിന്ന്, നിങ്ങളുടെ കണ്ണുമുമ്പിൽ നിന്ന് ഇത് എന്റെ ഈ വാഹനം എടുത്തുകൊണ്ട് പോയതാണ്. കാരണം ക്യാമറയുടെ മുന്നിൽ നിന്നാണ്. ഇസാബ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വർക്കലയുടെ സിറ്റിയാണ്, ഹൃദയഭാഗമാണ്. പോലീസ് സ്റ്റേഷൻ അടുത്ത് കിടക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കിടക്കുന്നു. 24 മണിക്കൂർ ആള് വരെയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ നിന്നാണ് എന്റെ വാഹനം മോഷണം പോയത്. ഒരു ആള് താമസമില്ലാത്ത ഏരിയയിൽ നിന്നോ മറ്റൊന്നുമല്ല, നമ്മുടെ സിറ്റി. ഇത് നമ്മുടെ സെക്യൂരിറ്റി തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മുടെ മുഖ്യമന്ത്രി അറിയണം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് എത്തണം. എന്റെ ഒരു വാഹനമല്ല, എനിക്കിപ്പോഴേ നിങ്ങളെ വിളിച്ചിത് പറയാൻ കഴിഞ്ഞു. പക്ഷെ എന്നെ പോലെ കഴിയാത്ത എത്ര പേരുണ്ടാവും? ഇത് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ കഴിയാത്ത എത്രയോ എന്നെ പോലുള്ള സാധാരണക്കാരുണ്ടാവും. അവർക്ക് ഇതിന്റെ പിറകെ നടക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ 1.5 മാസമായി ഒരു CCTV ക്യാമറ അവരെന്നെ വിളിക്കാം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് 1.5 മാസമായി. ഇതുവരെ എന്നെ അവർ വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ കൂടെ കാണിച്ചാൽ എനിക്ക് അറിയാൻ പറ്റുമല്ലോ എന്താണ്. അതൊന്നും ചെയ്തിട്ടില്ല. USB മേടിച്ചു, കഴിഞ്ഞു. അവർ ചെക്ക് ചെയ്യാന്ന് പറയുന്നു. വിളിക്കുന്നവരിടത്തൊക്കെ അവർ പറയുന്നത് വണ്ടി അവിടെ നിന്ന് മിക്സ് ആയത് കാണുന്നില്ല എന്നാണ്. പിന്നെ ഞാൻ ഈ വണ്ടി എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? എന്തായാലും ടാറ്റയും പിള്ളറയും ഒന്നും ഇവിടെ ആകാശത്ത് ആരും പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എന്റെ വണ്ടി ആകാശത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ 3, 3.5, 4 മാസം കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഒരേ ലൊക്കാലിറ്റിയാ. അതേ ലൊക്കാലിറ്റിയില് ഞാൻ നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ്, ഞാൻ നോർമലായ ഒരാളാ. അപ്പൊ ഈ നോർമലായ ആള് ഞാൻ പറയുന്നത് അവർക്ക് ബിലീവബിൾ ആവുന്നില്ല. ഞാൻ പാർക്ക് ചെയ്ത വണ്ടി ഇന്നടുത്താണെന്ന് അഡ്രസ് ചെയ്ത് പറയുന്നുണ്ട്. എന്റെ വീട് അതിന്റെ തൊട്ടടുത്താണ്. അവിടുന്ന് എനിക്ക് വരാനും പോകാനുള്ള സൗകര്യത്തിനാ. ഇതെന്താണെന്നറിയാമോ? ഇത് എന്റെ ഒരു വണ്ടിയെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് സാധാരണക്കാർ എന്ന മാതിരിയുള്ള എത്ര പേര് നമ്മുടെ വർക്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പോയി എൻക്വയറി ചെയ്യൂ, ലിസ്റ്റ് എടുത്ത് നോക്കൂ. എത്ര വണ്ടികളാ മോഷണം പോയിരിക്കുന്നത്? ഇതെന്താണ്? നമ്മുടെ കേരളീയര് നമുക്ക് നമ്മുടേതായ കഴിവില്ലേ? നമ്മുടെ പോലീസ് സേനയെ ഞാൻ കുറച്ച് കാണിക്കുന്നതല്ല, അവർക്ക് കഴിവുണ്ട്. പക്ഷെ അവർ ശ്രമിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് സമയമില്ലാത്തതുണ്ടോ, ഇനി ജോലി കൂടുതൽ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് സാധാരണ ഒരു സ്ഥലത്ത് സംഭവിച്ചതല്ല. ഇത് സിറ്റിയുടെ നമ്മുടെ ഹൃദയഭാഗമാണ്. അപ്പൊ അവിടുന്ന് പറ്റില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യാം. അതുകൊണ്ട് ഇത് നിങ്ങൾ മീഡിയ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത് എത്തിക്കണം. അതുകൂടാതെ 2 കാര്യം ഞാൻ പറയാം. ഏഷ്യാനെറ്റ് ചാനലില് ഞാൻ ഫേസ്ബുക്ക് വഴി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞുകൊണ്ട്. റിപ്പോർട്ടർ ചാനലിൽ ഞാൻ 24 ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞുകൊണ്ട്, എന്റെ ഈ വണ്ടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൂടാതെ കൊല്ലം MLA നൗഷാദ് സാറിനോട് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർക്കല MLA ജോയ് സാറിനോട് നേരിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, അവരെ ഓഫീസിൽ ചെന്ന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടാണ് സെക്രട്ടറിക്ക്. എന്നിട്ടൊന്നും ഒരു നടപടിയില്ല. നമ്മുടെ വർക്കലയുടെ പോലീസ് സ്റ്റേഷന്റെയും ക്യാമറയുടെയും മുന്നിൽ നിന്ന് ഈ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് എന്റെ വണ്ടി എനിക്ക് കണ്ടുപിടിച്ച് തരണം. അതെനിക്ക് നിങ്ങളിലാണ് എന്റെ വിശ്വാസം, പോലീസിലാണ് എന്റെ വിശ്വാസം. ഇതങ്ങനെ നിങ്ങൾ വിടരുത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടി എന്റെ ജ്യേഷ്ഠന്റെ മോളെ പേരിലാണ് ഇരിക്കുന്നത്. കാരണം ആ കൊച്ചിന്റെ പേരിൽ ഇരിക്കുന്നതാ. ഈ വണ്ടി നിങ്ങൾക്കറിയാലോ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിന്റെ അവസ്ഥകൾ, ഓരോ പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ ആ കൊച്ചു പോയി സ്റ്റേഷനിൽ നിൽക്കണം, അല്ലെങ്കിൽ RDO ഓഫീസിൽ നിൽക്കണം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഇത് ഒന്ന് നിങ്ങൾ സഹായിച്ച് ഈ വണ്ടി ഒന്ന് കണ്ടുപിടിച്ച് തരണം. അതിന് നിങ്ങളെ സഹായം വേണം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തണം. ഇതിന്റെ ആരാണോ അധികാരികൾ അവരുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടിയാ ഈ മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇത് എന്റെ ഈ അവസ്ഥ ഇനി വേറെ ആർക്കും വരരുത്. കാൽപ്പനിക സ്വപ്നങ്ങളിൽ നിന്നും എന്നിലെ എന്നെ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം. പരിശുദ്ധ പൊന്ന് മെയ്യോട് അലിഞ്ഞു ചേരുമ്പോൾ എന്നിലുണ്ടായ ആത്മവിശ്വാസം, എന്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകിയ കൈരളി ജ്വല്ലേഴ്സ്, അൺബിലീവബിൾ ചോയ്സസ്.
Kairali Jewelers is now also at East Fort near Sri Padmanabha Swami Temple, Trivandrum. Opening shortly at Anjal.